ഈ ഫെമിനിറ്റി പ്രയോഗം ഉണ്ടല്ലോ ഷംല, അതിങ്ങനെ ആവർത്തിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിൽ എല്ലായിടത്തും ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു പ്രയോഗം, അതിവിടെ ഈ അടുത്ത കാലത്ത് ഉണ്ടായ പ്രയോഗമാണ്, അത് ആവർത്തിച്ച് പ്രയോഗിക്കപ്പെടുന്ന ഒരു പ്രയോഗമാണ്. ഈ പേരാണോ ആദ്യം പറഞ്ഞത് അതോ കഥയാണോ ആദ്യം പറഞ്ഞത് ഷംലയോട്? ഫാസിലിന് പേരാണ് ആദ്യം കിട്ടിയത് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് ആ പേരിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കാരണം ഫാസിൽ കണ്ടിട്ടുള്ള റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു സിനിമ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ പേര് നമുക്ക് എല്ലാവർക്കും അട്രാക്റ്റീവ് ആയിരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് പേര് എന്ന്. അപ്പം ഭയങ്കര സ്ട്രൈക്കിംഗ് അല്ലേ, നല്ല പേരാണ്, നമുക്ക് പെട്ടെന്ന് എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും ആ പേര് കേൾക്കുമ്പോൾ. അപ്പോൾ പേര് ഓഫ് കോഴ്സ് പേര് പറഞ്ഞിരുന്നു ആദ്യം. പിന്നെ കഥ നമ്മൾ തുടക്കം തൊട്ടേ കഥേൻ്റെ എല്ലാ സ്റ്റെപ്പിലും എല്ലാ ഡിസ്കഷനിലും ഞാൻ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ചെറിയൊരു എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി ഫാസിൽ അത് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെയുമായിട്ടാണ് ആ സെറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഒരു മാസം കൊണ്ട് ഏതാണ്ട് സിനിമ പൂർത്തിയായി. പക്ഷേ ആ 1 മാസവും കഷ്ടപ്പെട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ടല്ലേ? എൻ്റെ മോൾക്ക് അപ്പോൾ 6 മാസമായിരുന്നു. 3 മാസമായപ്പോഴാണ് ഫാസിൽ സ്റ്റോറി പറയുന്നത്. പിന്നെ 3 തൊട്ട് 6 വരെ ഞങ്ങൾ സ്റ്റോറീൻ്റെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അതെ, ഇപ്പോൾ അവാർഡ് കിട്ടിയപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നത് അതാണ്, മോളെയും കൊണ്ട് പോയി ഒരു റിസ്ക്, അതായത് അധികം ആരും ചെയ്യാത്തൊരു സിനിമ എന്ന് പറയുന്ന മേഖലയിൽ മോളെ കൊണ്ട് പോയി ചെയ്തതില്ലേ, അതൊക്കെ അധ്വാനിച്ചതിൻ്റെ ഒരു പ്രതിഫലമായിട്ട് കിട്ടിയതായിരിക്കാം ഈ അവാർഡ്, അതിൻ്റെ ഒരു അധ്വാനത്തിൻ്റെ ഇതായിരിക്കാമെന്ന് പറഞ്ഞിരുന്നു.